ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ആരാധകൻ അല്ലെങ്കിൽ ആരാധിക ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ട്? സുഹൃത്തുക്കളെ, മമ്മൂക്കയോടുള്ള ഒരു വളരെ രസകരമായ ചോദ്യമാണ്. മമ്മൂക്കയുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ആരാധകൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മഹാനായിട്ടുള്ള നടനാണ് മമ്മൂക്ക. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അയാൾ ആരായിരിക്കും പറയുക? ഏത് മനുഷ്യനായിരിക്കും മമ്മൂക്ക പറയുക? തനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് മമ്മൂട്ടി ആരെയായിരിക്കും പറയുക? അതോ സിനിമാ മേഖലയിൽ തന്നെയുള്ള ഏതെങ്കിലും നടിമാരുടെ പേര് പറയുമോ? സിനിമാ മേഖലയിൽ തന്നെയുള്ള ഏതെങ്കിലും നടന്മാരുടെ പേര് പറയുമോ? സ്വന്തം വീട്ടിലോ ബന്ധുക്കളിലോ തൻ്റെ സൗഹൃദങ്ങളിലോ ഉള്ള ഏതെങ്കിലും ഒരാളെ, ദിവസവും മമ്മൂക്കയ്ക്ക് മെസ്സേജ് അയക്കുന്ന ഒരാളെ, തൻ്റെ വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ഉള്ള തൻ്റെ പഴയ കാലത്തൊക്കെ അഭിനയിച്ച ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ പേര് പറയുമോ? അങ്ങനെ ഏതെങ്കിലും മനുഷ്യന്മാരുടെ പേര് പറയുമോ? നമുക്ക് അറിയുന്ന ഒരാളുടെ പേര് പറയുമോ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് മമ്മൂട്ടി പറയുന്നൊരു പേരുണ്ടല്ലോ, ആ പേര് അതിവ്യത്യസ്തമാണ്. അതിവ്യത്യസ്തം എന്ന് തന്നെ അതിന് പറയേണ്ടി വരും. നമുക്ക് ആ ടോക്ക് മുഴുവനായിട്ടൊന്ന് കേൾക്കാം. നമുക്കൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ആരാധകൻ അല്ലെങ്കിൽ ആരാധിക ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ട്? സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തുണ്ടായത് നമ്മളെല്ലാം കൂടെ എല്ലാ പത്രത്തിലും വെച്ചാൽ അത് ക്യാരി ചെയ്താണ് ചെറിയ ന്യൂസ്. എനിക്കൊരു ആദിവാസി യുവാവ് എന്നെ കാണാൻ ഫോട്ടോ എടുക്കുന്നുണ്ട്, ബാലൻ എന്ന് പറഞ്ഞു. അത് നമ്മളിങ്ങളെ ആളാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എപ്പോഴും ഞാൻ പോകുമ്പോ ഇങ്ങനെ നോക്കും. അപ്പൊ ബാലൻ അന്ന് കല്യാണം നോക്കുന്ന ആളാണ്. അതിന്റെ ഉടമസ്ഥര് വേറെയാണ്. അപ്പൊ എന്നും അവിടെ വരും ബാലൻ. അപ്പൊ ഞാൻ ഈ ഷൂട്ടിംഗ് രണ്ട് സൈഡിലും ക്യാമറ വെച്ചിരിക്കുന്നുണ്ട്, ബാലൻ എന്നെ കാണാൻ പറ്റും. അപ്പൊ ബാലൻ ഇങ്ങനെ പുറകെ ഓടും. ഷൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഓടിയാലാണ് ഫ്രെയിമിൽ കാണും. അപ്പൊ ഞാൻ ഒരു സ്പീഡിൽ ഓടിച്ചു. ഒരു ദിവസം ഷോട്ട് ഇല്ലാതെ വരികയാണ് ഞാൻ, അതായത് ഷോട്ട് കഴിഞ്ഞു, ക്യാമറ ഓഫാണ്. എന്നിട്ടാണ് ഞാൻ വണ്ടി നിർത്തി സംസാരിച്ച് ഒരു ദിവസം സംസാരിച്ചു. അപ്പൊ പേരൊക്കെ പറഞ്ഞു, ബാലനാണ്, അപ്പൊ ഇതാണ് ജോലി, ഞാൻ ഒന്ന ആളാണ്, ഫോട്ടോ ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ പിറ്റേ ദിവസം വന്നപ്പോ ഞാൻ നോക്കി ബാലനോടെ ഉണ്ട്. അപ്പോഴും ബാലിനെ കുറിച്ച് വന്നപ്പോൾ വരെയുള്ള വിനയനത്തോടെ ബാലിനോട് അടുത്ത് പിടിച്ചു. അപ്പോഴെനിക്കൊരു ഫോട്ടോ. അപ്പൊ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ആരോ അവിടെ വന്നവരാണ് വീഡിയോ എടുത്തത്. നോക്കൂ, ഇദ്ദേഹം ഞാൻ പറഞ്ഞ് എക്സൈറ്റഡ് പറയാൻ കാരണം ഇദ്ദേഹം തൻ്റെ സിനിമാ മേഖലയിലുള്ള ഒരാളല്ല. ഏത് സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയ സമയത്ത് ഇദ്ദേഹത്തെ നിരന്തരം കാണാൻ വന്നിരുന്ന ബാലൻ എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെ കുറിച്ചിട്ടാണ്. വണ്ടി നിർത്തി ബാലനോട് സംസാരിക്കുന്നു. ബാലന്റെ കയ്യിലുള്ള ഒരു സാധാരണ ഫോണാണ്, അങ്ങനെ അപാരമായിട്ടുള്ളൊരു വലിയ ഫോണെന്നുള്ളൊരു മനുഷ്യനല്ല. പക്ഷെ ആ ഫോണില് മമ്മൂട്ടി തൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ, രണ്ടുപേരും നമ്മളൊരു സെൽഫി ഫോട്ടോ എടുത്ത് കൊടുക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇരുന്ന് സഞ്ചരിക്കുന്ന പെൺകുട്ടി പിന്നീട് രണ്ടുപേരും ചേർത്ത് നിർത്തി ആ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. മമ്മൂക്ക അതിന് പറയുന്നത് നമ്മൾ നിങ്ങളുടെ ആളാണ്, ഞാൻ നിങ്ങളുടെ ആളാണ് എന്ന രീതിയിൽ ഭയങ്കര സ്നേഹത്തോടെ പറഞ്ഞ ഒരാളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ പരിഗണനയെ കുറിച്ചിട്ടാണ്. ആ ഒരു പരിഗണനയെ കുറിച്ച് പറയണമെങ്കിൽ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണേണ്ടി വരും. അത് നവ്യ നായരുമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപക്ഷെ നവ്യ നായർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല മമ്മൂട്ടി ഇങ്ങനെ സംസാരിക്കുന്ന, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. അതുകൂടി ഒന്ന് കേട്ടു. ഹലോ നവ്യ, നമ്മള് 2 സിനിമയിൽ മാത്രമേ വന്ന് അഭിനയിച്ചിട്ടുള്ളൂ. കേമതുന്ന സിനിമ, ഷാജി കൈലാസിന്റെ സിനിമ. നവ്യ മമ്മൂട്ടിയുടെ വലിയ ആരാധികയാണെന്ന് നവ്യ അവകാശപ്പെടാറുണ്ട് പലപ്പോഴും. സത്യമാണോ ഇല്ലെന്നുള്ള ഇത്ര ആൾക്കാർ വെച്ച് ഇപ്പൊ പറയണം. എന്റെ സിനിമ ഉണ്ട്, പല സിനിമകളെയും അഭിനന്ദിച്ച് സംസാരിക്കുകയും വളരെ ആത്മാർത്ഥതയുള്ള ആരാധികയായിട്ട് എന്നോട് പെരുമാറുകയും ചെയ്തിട്ടുള്ള അപൂർവം നടികളുടെ ഒരാളാണ് നവ്യ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നവ്യയുടെ കല്യാണത്തിന് വിളിച്ചപ്പോഴൊക്കെ വരാൻ എനിക്ക് വളരെ സന്തോഷം തോന്നിയത് സിനിമാ നടൻ മാത്രമല്ല, ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠോ ഒക്കെ ആയിട്ട് എന്നെ കാണുന്നു എന്ന ഒരു വിശ്വാസം കൊണ്ടാണ്. അതൊരു ബന്ധുത്വം നവ്യയുടെ എല്ലാ വഴികളും സന്തോഷപൂർവ്വവും പ്രകാശമാനവുമായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആശംസിക്കുന്നു. അതിഗംഭീരമായിട്ടുള്ള ആശംസയാണ്. ഒരുപക്ഷെ നവ്യ നായർ എന്ന് പറയുന്ന ഒരു നടി മമ്മൂട്ടിയോടൊപ്പം ഒരു നായികയായിട്ടൊന്നും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടൊന്നുമില്ല. 2 പടങ്ങളിലെങ്ങാണ്ട് ചെറിയ വേഷങ്ങൾ ചെയ്തു എന്നല്ലാതെ വേറെ ഒന്നും നമുക്കില്ലെന്നറിയാം. പക്ഷെ എന്നിട്ട് പോലും
തൻ്റെ ഒപ്പം അഭിനയിച്ച, തന്നെ കൂടുതൽ ആരാധിക്കുന്ന, തന്നോടൊപ്പം എപ്പോഴും നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു നടിയെ മനസ്സിലാക്കുകയും അവർക്ക് ഒരു ആശംസ പോലെ ഒരു വീഡിയോ ചെയ്തു കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുമെന്ന് പറയുന്നതൊക്കെ തന്നെയാണ് ഒരു നടൻ എന്ന നിലയ്ക്ക് ഇപ്പോഴും ഒരു പക്ഷേ സിനിമാ മേഖലയിലെ ആണും പെണ്ണും എല്ലാവരും കൂടി ഒരുമിച്ച് ആരാധിക്കുന്ന തരത്തിലേക്ക് ഈ മമ്മൂട്ടിയെ കൊണ്ടെത്തിക്കുന്നത്. ഇതുവരെയും ഒരു പെണ്ണ് കേസ് എന്ന രീതിയിൽ സംഗതിയിലൊന്നും ഒരു കേസിൽ ഇദ്ദേഹം ഇതുവരെ വന്നെത്തിയിട്ട് പോലുമില്ല. നമുക്ക് ഈ കഴിഞ്ഞ ആ ഒരു ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. വേറൊരാൾ കൂടി ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ടോ. എന്തായാലും വീഡിയോയിൽ ഇതൊരു പരിഗണന വീഡിയോ എന്ന രീതിയിലല്ല, മമ്മൂട്ടി എന്താണ് എന്നതിനെ കുറിച്ചിട്ട് അവരുടെ ഒരു സത്യസന്ധമായിട്ടുള്ള അഭിപ്രായമാണ്. ഇതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊന്നും കിട്ടാനൊന്നുമില്ല. പക്ഷേ അവർ പറയുന്നത് ഭയങ്കര സത്യസന്ധമായിട്ടാണ് എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ എൻ്റെ മുമ്പിൽ എത്തിക്കുന്നത്. എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട് കേട്ടോ, എനിക്ക് പലപ്പോഴും ഈ വീഡിയോസൊക്കെ അയച്ചു തരുന്നത് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് കാസിം എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹമാണ് ഈ വീഡിയോസുകളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു റിയാക്ഷൻ വീഡിയോ ഇടൂ സുഹൃത്തെ എന്ന് എന്നോട് പലപ്പോഴും പറയുള്ളത്. എന്തായാലും ആ കാസിം ചേട്ടന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന് കൂടി വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഒന്ന് കേട്ടോക്കാം. മമ്മൂക്ക ഒരു മികച്ച അഭിനേതാവ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡയലക്ട്സ് നന്നായിട്ട് ലോക സിനിമയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അത് മമ്മൂക്കയാണ്. കാരണം മമ്മൂക്കയുടെ ഓരോ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിലും മമ്മൂട്ടി എന്ന ഒരു നടനെ നമുക്ക് കാണാൻ പറ്റും. ഏത് സിനിമ എടുത്ത് നോക്കുകയാണെങ്കിലും എഴുപുന്ന തരകൻ എടുക്കുകയാണെങ്കിൽ അത് വേറെ, അല്ലെങ്കിൽ സൂര്യമാനസം എടുക്കുകയാണെങ്കിൽ അതിൽ വേറെ. അപ്പൊ ഭാഷ പ്രയോഗം ഇത്രയും നന്നായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയുന്ന ഒരു നടൻ, അത് ഏറ്റവും നന്നായിട്ട് വേൾഡ് സിനിമയിൽ തന്നെ അത് മമ്മൂക്കയാണ്. പിന്നെ അതിലുപരി ഞാൻ കണ്ടതിൽ ഇത്രയും ഒരു നമ്മുടെ ഹ്യൂമൻ ബീയിങ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി, ഇത്രയും ഒരു എനിക്കിതിന് എന്താ ഇതിന്റെ മേലെ പറയാന്നറിയില്ല, അത്രയും നല്ലൊരു മനുഷ്യൻ. നമ്മുടെ വീട്ടിലുണ്ടെന്ന് ബിരിയാണി എപ്പോഴാണ് കഴിച്ചായിരുന്നോ? എന്നും ബിരിയാണി. ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ മട്ടൻ കഴിച്ചത് മമ്മൂക്ക കൊണ്ടുവന്ന മട്ടൻ ബിരിയാണി കഴിച്ചിട്ടാ. അപ്പൊ ഞാനത് പറയുകയും ചെയ്തു. മമ്മൂക്ക മട്ടൻ ബിരിയാണി വിളമ്പി തന്നപ്പോ എനിക്ക് വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല. കാരണം ഞാൻ മട്ടൻ കഴിച്ചിട്ടേ ഇല്ല എന്റെ ലൈഫിൽ അതുവരെ. അപ്പോ മമ്മൂക്ക വന്നപ്പോ എനിക്ക് അറിയാം എന്റെ ലൈഫിൽ ഇനി ഇത് എനിക്ക് കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചോ മമ്മൂക്കന്റെ കയ്യിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് മട്ടൻ വാങ്ങി കഴിച്ചത് എനിക്ക് ഓർക്കാമല്ലോ, ആ ഒരു മെമ്മറിക്ക് വേണ്ടി ഞാൻ വാങ്ങി കഴിച്ചു. അപ്പൊ ഞാൻ ആദ്യം മട്ടൻ ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ കഴിച്ച് ഈ മട്ടൻ ഒരു പച്ച ഒരു സ്മെല്ല് വരുമെന്നുള്ളൊരു പേടിയാണ് ഞാൻ കഴിക്കാതിരുന്നത്. അങ്ങനെയൊന്നുമില്ലായിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പൊ രഞ്ജി പണിക്കർ സാർ പറഞ്ഞു മമ്മൂക്കന്റെ അടുത്ത്, അതെ ഇവൾ ആദ്യമായിട്ട് മട്ടൻ കഴിക്കണമെന്ന്. നമുക്ക് ആണോന്ന് ചോദിച്ചു. ആ കഴിക്കും മട്ടൻ കഴിക്കണം നല്ലതാ, പിന്നെ എന്ത് കൊണ്ടുവരും. എന്തായാലും അവർ പറയുന്നത് ആദ്യമായിട്ട് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ. നോക്കൂ, ആ പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണമാണ് അത്. മട്ടൻ ബിരിയാണി അവർക്ക് ഇഷ്ടമല്ല, അത് ആദ്യമായിട്ട് കഴിക്കുന്നത്. പക്ഷേ ഇഷ്ടമില്ലാതിട്ട് പോലും അത് വാങ്ങിച്ച് കഴിക്കാമെന്ന് ആ ഒരു പെൺകുട്ടി തയ്യാറാവുന്നത് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതായതുകൊണ്ടാണ്. അതൊരു സ്പെഷ്യലായിട്ടുള്ള ഫുഡായിട്ട് തന്നെയാണ് അവർ കരുതുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ആ അഭിപ്രായത്തിൻ്റെ ഒക്കെ അവസാനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു അഭിപ്രായം പറയുന്നത് അനൂപ് മേനോൻ എന്ന് പറയുന്ന ആ ഒരു സിനിമാ നടനും സംവിധായകനും എഴുത്തുകാരനൊക്കെയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒരു സ്പെഷ്യൽ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണാനും വേണം. ഞാൻ ഈ ഇടയ്ക്ക് ദുബായിൽ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് അക്ഷയ് കുമാറും ജോൺ അബ്രാമിനും കൂടെ ഫോട്ടോ എടുക്കാൻ എന്തുകൊണ്ട് നിന്നില്ല ചോദ്യം. അവിടെ അവരുണ്ടായിരുന്നു, എന്തുകൊണ്ട് നീ നിന്നില്ല ബാക്കി എല്ലാവരും. ഞാൻ പറഞ്ഞോ മമ്മൂട്ടിയെ കണ്ടോ എനിക്ക് ഒരു സ്റ്റാറും അതിന്റെ ഫീൽ ചെയ്യും. എനിക്കറിവും കാണുന്നില്ല. ഞാൻ കണ്ട ഏറ്റവും എന്താണ് ഒരു സ്റ്റാർ എന്നുള്ള മാനിഫെസ്റ്റേഷൻ നമുക്കാണ്. ഗംഭീരമാണ്. ഇനി അദ്ദേഹം നടത്തുമെന്ന കുറെ സ്വാഗം മറ്റൊക്കെ ഉണ്ട്, എൻ്റെ അപ്പുറം എനിക്ക് പറയാനില്ല. എന്തായാലും കുറെ പരിഗണനയുടെ ചില സ്നേഹത്തിന്റെ കുറെ വീഡിയോസ് അയച്ചു തന്നപ്പോൾ അതിനെ പറ്റി ഒരു റിയാക്ഷൻ വീഡിയോ മാത്രമാണ്. ഇതൊരു വൻ സംഭവം വീഡിയോ എന്നല്ല. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് അനക്കൊന്ന് വേറെ പണിയിലിടും, മമ്മൂട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇങ്ങനെ വലിയ വർത്തമാനം പറയാൻ. അങ്ങനെയാണെങ്കിൽ പടച്ച റബ്ബിന്റെ സൗന്ദര്യം എത്ര ഗംഭീരമായിരിക്കും എന്നൊക്കെ ചില ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് അടിച്ചിരുന്നു. എന്താ ഞാൻ അവരോട് പറയുക? ഞാൻ സിനിമാ നടന്മാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്, മമ്മൂക്കയെ കുറിച്ച് സംസാരിക്കുന്നത്. ഇതിനിടയിൽ ദയവ് ചെയ്തിട്ട് ദൈവത്തെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ മനുഷ്യനിലാണ് വിശ്വസിക്കുന്നത്, ഒരു ദൈവത്തിലും ഒരു തരത്തിലുള്ള വിശ്വാസവുമില്ല. ബൈ.